ഹലോ ഡിയേഴ്സ്, അബേലി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ബുധനാഴ്ച രാവിലെ മുതലുള്ള വീഡിയോ ആണ് കേട്ടോ. പല്ലെടുത്തെടുത്ത് വീണ്ടും വേദനയൊക്കെ ആയതുകൊണ്ട് വാ തുറന്ന് സംസാരിക്കാനും വോയിസ് ചെയ്യാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ രാവിലെ കാപ്പി കുടിച്ചിട്ടേ ഞാൻ നമ്മുടെ നൈറ്റി ബിസിനസ്സിനകത്തുനിന്ന് നമുക്ക് നൈറ്റി വാങ്ങിച്ചവർക്ക് പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്യാൻ വേണ്ടി പോകണേ. പോസ്റ്റ് ഓഫീസ് അപ്പം വേറെ എങ്ങും അന്വേഷിച്ച് പോകണ്ട, അത് വീട്ടിൽ കൊണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞത് പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ സൺസ്ക്രീനൊക്കെ തേച്ച് ഒരു സൈഡിൽ പല്ല് എനിക്ക് എടുത്തെടുത്ത് വേദനയുണ്ട്. എന്നാലും ഞാൻ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 10 രൂപ പോയിൻ്റ് പോയി ഇറങ്ങാനുള്ളതേ ഉള്ളൂ, ശരിക്കും നടക്കാനുള്ളതേ ഉള്ളൂ. എന്നാലും ഞാൻ ബസ്സിന് പോയി ഇറങ്ങി നമ്മുടെ പോസ്റ്റ് ഓഫീസിലൊക്കെ എത്തി. അപ്പോൾ അവിടെ അത് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് ഞാൻ അപ്പോൾ തന്നെ തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ. വീട്ടിൽ പപ്പയുള്ളതുകൊണ്ട് പപ്പനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ അപ്പൂസിനെയും പിടിച്ച് കിടത്തി ഉറക്കി. അപ്പോൾ അപ്പൂസിൻ്റെ കൂടെ കിടന്ന വഴിക്ക് ഞാനും കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. ഉറങ്ങി എന്നെ ഇട്ടിട്ട് പിന്നെ ഇത് ചായയൊക്കെ ഉണ്ടാക്കി, പിന്നെ തുണി മടക്കാളൊക്കെ തുണി മടക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ പച്ചമാങ്ങ കെട്ടിയത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാനെടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ചട്ടി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചട്ടീനെ മയക്കെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ 2 ചട്ടിയിലും നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് 2 സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ. തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ചട്ടിയുടെ പകുതി ആവണ വരെ തിളപ്പിച്ചെടുത്ത് കേട്ടോ. എനിക്കും അറിയില്ലായിരുന്നു, ഞാനൊരു യൂട്യൂബ് നോക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചട്ടീനെ ഇങ്ങനെ മേക്കി എടുക്കുന്നത് കേട്ടോ. ഞാനും വിചാരിച്ചു എന്തായാലും നമ്മൾ ചട്ടിയിലെ വെള്ളം കളയണ്ട, ആ തേയില വെള്ളം ചെടിക്ക് ഒഴിക്കാമല്ലോ, അതിൽ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് ചെടിക്ക് തളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ബക്കറ്റിൽ കൊണ്ട് ഒഴിച്ച് വെച്ച് കേട്ടോ. പിന്നെ ഞാൻ കഴുകി ആ വെള്ളം കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അവിടെ കമത്തി വെച്ചിരുന്നേനെ വെള്ളം പോകാനാട്ടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നുമില്ല, എന്നാലും ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും വക്കത്തും ഒക്കെ നന്നായിട്ടും തുടച്ചെടുത്തു. അങ്ങനെ 2 ചട്ടി നന്നായിട്ട് തുടച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇങ്ങനെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്ക് മെനു എടുക്കാം കേട്ടോ. ഇത് പിന്നെ വ്യാഴാഴ്ച രാവിലെയുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ അഭിമോള് പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് ഇതേ കറിക്ക് ഗ്രീൻ പീസ് കറിയാണ് കറിക്ക് ഇട്ടിരുന്നത്. അപ്പോൾ പൂരി ഉണ്ടാക്കി, പിന്നെ ഇഡ്ഡലി മാവ് കുറച്ചുള്ളത് കാരണം ദോശ ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ലെടുത്തതിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ പോയേക്കുമായിരുന്നേ. കാരണം നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ കരിമ്പൻ ജ്യൂസ് വാങ്ങിച്ചു കുടിച്ച്, നല്ല കരിമ്പൻ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയതിന് ശേഷമാണ് പെസഹാപ്പം ഉണ്ടാക്കാനുള്ള പച്ചരി കഴുകി വെള്ളത്തിൽ ഇട്ടത് കേട്ടോ. ഉച്ചക്കത്തേക്ക് ചോറിന് കറിയായിട്ട് കിഴങ്ങ് തീയലുണ്ടാക്കാനാണ്. അപ്പം നമ്മളിപ്പോൾ മയക്കെടുത്ത ചട്ടിയിലാണ് തീയലുണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ തീയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ ചട്ടി വാങ്ങിയത് കേട്ടോ. ചട്ടിയിലേക്ക് ഞാൻ കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും സവാള അരിഞ്ഞതും പച്ചമുളകും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ തേങ്ങ ചെറിയപ്പം കുറേ കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങൾ വീണേ. ഞാൻ അത് പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല, എന്തായാലും പൊടിക്കാനുള്ളതല്ലേ. അങ്ങനെ ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അത് ചൂടുവരാൻ വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ടത് പൊടിച്ചിട്ട് പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ചാണ് അരച്ചെടുത്തത്. അങ്ങനെ കിഴങ്ങി വെന്തതിന് ശേഷം അതിനകത്തേക്ക് അരപ്പും ചേർത്ത് കടുകും പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. ചട്ടിയിൽ ഉണ്ടാക്കുന്ന എന്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ചട്ടിയൊക്കെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ചട്ടിയിലുണ്ടാക്കിയ തീയൽ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.